ലഹരിക്കെതിരെ ബോധവൽക്കരണവും അതിനൊപ്പം ലോക റെക്കോർഡ് എന്ന ലക്ഷ്യവുമായി വനിതാ റൈഡേഴ്സ് 10,000 സ്ക്വയർ ഫീറ്റിൽ 400ഓളം ബൈക്കേഴ്സിനെ ഉൾപ്പെടുത്തി സേ നോ ടു ഡ്രഗ്സ് എന്ന ചിത്രം സൃഷ്ടിക്കാനൊരുങ്ങിയാണ് വനിതകൾ ഉൾപ്പെട്ട വോയേജേഴ്സ് ബ്രദർഹുഡ് ടീം. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെക്കുറിച്ച് യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴക്കൂട്ടം അൽസാജ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഡിസംബർ 28 നടക്കുന്ന പരിപാടി സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. എന്റെ പേര് ലക്ഷ്മി. ഞാനൊരു റേഡി റൈഡറാണ്. നമ്മളെ OAGs എന്ന് പറയുന്ന ഒരു കൂട്ടം യാത്രക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. പിന്നെ നമ്മളെ ഇടയിൽ തന്നെ ഒരുപാട് പേർക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. വേൾഡ് ടാലന്റ് റെക്കോർഡ് ഒരുപാട് അച്ചീവ്മെന്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അപ്പം എല്ലാവർക്കും ലേഡീസിനായിരുന്നാലും ജെന്റ്സിനായിരുന്നാലും ഒരു വേൾഡ് ടാലന്റ് റെക്കോർഡ് കിട്ടാൻ എല്ലാവർക്കും പ്രശ്നം കാരണം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ കാരണം അവർക്ക് മുന്നിലോട്ട് വരാൻ പറ്റാതായി. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ റൈഡേഴ്സ് അല്ലേ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ആലോചിച്ചു. അപ്പം ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇപ്പം നിലവിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് എന്നുള്ള നമ്മൾ എവിടെ ചെന്നാലും കുഞ്ഞു മക്കൾ വരെ മയക്കുമരുന്നിന് അടിമയായിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഒരുപാട് റാലിയും കാര്യങ്ങളും ക്യാമ്പയിനൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു. അപ്പം നമുക്കിത് സേ നോ ഡ്രഗ്സ് എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനൊരു പേരിട്ട് എല്ലാവരും കൂടി ഒരു റേസ് എന്നുള്ളൊരു പേരിട്ട് അതിന് നമ്മൾ അപ്പോൾ ഇതിന് പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ GR അനിൽ സാറിനെ കാണാൻ പോയി ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം സാറ് വരാമെന്ന് പറഞ്ഞു, ഇനാഗുറേഷന് സാറ് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഒരു കുട്ടിയെങ്കിലും, ഞാനൊരമ്മയാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരും അമ്മമാരായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ നമ്മൾ ഇത് ചെയ്തിട്ട് രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത്. അപ്പം നമ്മൾ അൽസാജിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 400ഓളം ബൈക്കേഴ്സ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. 10,000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് വെച്ചാൽ ഞാൻ ഒരുപാട് യാത്ര പോയിട്ടുള്ള ആളാണ്. എല്ലാവരും ഒരുപാട് യാത്ര പോയിട്ടുള്ള ആളാണ്. അപ്പം കേരളത്തിനകത്താണും പുറത്താണെന്നാലും പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഈ ഡ്രഗ്സിനെതിരെ ഒരു കുഞ്ഞു കുട്ടികൾ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ചെയ്യാം എന്ന് തോന്നി. പിന്നെ കുറച്ച് ആൾക്കാർ, കുറെ സ്ത്രീകൾ പുറകോട്ട് നിൽപ്പുണ്ട്. ആർക്കും സിറ്റുവേഷൻ കാരണം മുന്നോട്ട് വരാൻ പറ്റാതെ. അപ്പൊ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നാൽ അത്രയും നല്ലതാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്ത്രീകളല്ലേ, സ്ത്രീകൾക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് ഞങ്ങൾ സ്ത്രീകൾ അമ്മമാരെല്ലാരും കൂടി മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലേയിലൊക്കെ പോകണമെന്ന് പറയുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അത് ചന്തയിൽ പോണ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മുന്നോട്ട് വന്നു. ഞാനാണ് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും. അപ്പൊ ഈ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇവര് ഈ ഇവന്റുമായിട്ട് സമീപിച്ചപ്പോൾ നമ്മൾ അത് ഓക്കെ പറഞ്ഞെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇവരെല്ലാം ഭൂരിഭാഗം പേരും അമ്മമാരാണ്. അവരുടെ മക്കള്, അവർ അന്യന്റെ പ്രായമുള്ള ആൾക്കാർ. ഇവര് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും റൈഡൊക്കെ പോകുമ്പോൾ പലരും ഡ്രഗ്സ് വേണോ എന്ന് വെച്ചൊക്കെ അത്രയുള്ള ഈ കാര്യം കോമണായി പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ ഈ ഇവന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബൈക്ക് വെച്ച് ഡിസ്പ്ലേ ആണ്. അതായത് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ഡിസ്പ്ലേ, അതാണ് ഈ ഇവന്റിന്റെ ഒരു കോർ. എന്ന് വെച്ചാൽ അത് ഇത്രയേറെ ബൈക്ക് സേ നോ ടു ഡ്രഗ്സ് എന്ന് എഴുതി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇവന്റ്, അതാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഏതാണ്ട് 500ഓളം ബൈക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ച് ഈ 10,000 സ്ക്വയർ ഫീറ്റിൽ ഇത് ചെയ്ത് അതൊരു വേൾഡ് റെക്കോർഡ് ഇവന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ആക്ച്വൽ ഇവന്റ്. അതിന്റെ അവയർനെസ്, അതിന്റെ ക്യാമ്പയിനിങ് ഇതെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരെ നമ്മൾ കാണുക, മിനിസ്റ്റേഴ്സ്, പിന്നെ മുക്തി, ഇങ്ങനെ പല ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഇതിലോട്ടായപ്പോഴാണ് 500 അമ്മമാരും യൂത്തും അങ്ങനെ ഒരു കോമ്പയിനായിട്ട് ഇത് ചെയ്യാമെന്നുള്ള ലെവലിലെത്തി ഇതിനുവേണ്ടി ശ്രമിക്കുകയും ഈ ലെവൽ വരെ എത്തിക്കുന്നുണ്ട്.